ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സൗദിയിലെ ഗാർഹിക തൊഴിലാളികളുടെ ഒരു നിയമമാറ്റമാണ്. ഈയിടെ വന്ന ഒരു നിയമത്തിൽ ഒരു കാര്യമായൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ നിയമം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. സൗദിയിലെ ഡ്രൈവർമാരുൾപ്പെടെ, ഹൗസ് ഡ്രൈവർമാരുടെ കാര്യമാണ് പറഞ്ഞത്, ഹൗസ് ഡ്രൈവർമാരുൾപ്പെടെ മറ്റ് വീടുകളിൽ ജോലിയെടുക്കുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സും അവരുടെ എല്ലാം ഒരു ചിരകാല സ്വപ്നമായിരുന്നു അവരുടെ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുക എന്നുള്ളത്. കാര്യം സൗദി ഗവൺമെൻറ് ഈയിടെ 2030 മിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സൗദി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മളെല്ലാം അറിഞ്ഞതാണല്ലോ. ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡൊമസ്റ്റിക് ലേബേഴ്സിൻ്റെ നിയമങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. കാര്യം സൗദി ലേബർ ലോ അനുസരിച്ചല്ല ഡൊമസ്റ്റിക് ലേബേഴ്സിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സൗദി ലേബർ റെഗുലേഷൻസ്, ആ ഒരു നിയമം വഴിയാണ് ഡൊമസ്റ്റിക് ലേബേഴ്സിൻ്റെ നിയമങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈയിടെ സൗദിയിലെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈയിടെ പറഞ്ഞ രീതിയിൽ ഈ സൗദികളുടെ നിയമത്തിൽ, ഡൊമസ്റ്റിക് ലേബേഴ്സിൻ്റെ നിയമത്തിൽ നല്ലൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, സൗദിയിലെ ഡൊമസ്റ്റിക് ലേബേഴ്സിന് ഒരുപാട് ആനുകൂല്യങ്ങൾ സൗദി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്ന പോലെ തന്നെ ഈ നിയമവും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. കാര്യം സൗദിയിലെ ഡൊമസ്റ്റിക് ലേബേഴ്സ് ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണം ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് വരാൻ കാര്യം. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സുതാര്യത നിയമത്തിൽ വളരെ അത്യാവശ്യമാണെന്നാണ് പലരുടെയും വിശാരദന്മാരുടെയും അഭിപ്രായം. കാരണം വേജ് പ്രൊട്ടക്ഷൻ സർവീസ് അത് പ്രകാരമാണ് ഈ നിയമം, അതായത് സൗദിയിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് വഴി, അതായത് ഡിജിറ്റൽ വാലറ്റ് വഴി ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമത്തിൽ വന്ന് ഇപ്പം മാറ്റം. അപ്പോൾ ബാങ്കിലൂടെ ഇവർക്ക് ശമ്പളം നിയമത്തിലൂടെ മാറ്റം കൊണ്ടുവരുമ്പോൾ, ശമ്പളം ബാങ്കിലൂടെ ഇവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ഒരു സുതാര്യത, അതായത് അവരുടെ ശമ്പളം കൃത്യമായിട്ട് ലഭിക്കാൻ അത് ഇടയാക്കും. വേതന സംരക്ഷണ പദ്ധതി അനുസരിച്ചാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് മറ്റുള്ള നമ്മുടെ സ്വകാര്യ മേഖലയിൽ ഈ വേജ് പ്രൊട്ടക്ഷൻ സർവീസ് കൊണ്ടുവരികയുണ്ടായി. അത് വളരെയധികം സക്സസ് ആണ്. കാര്യം കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടെന്നുള്ളത് ഗവൺമെന്റിന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗാർഹിക തൊഴിലാളികൾക്കും ഇതുപോലത്തെ ഈ സിസ്റ്റം തന്നെ വേജ് പ്രൊട്ടക്ഷൻ സർവീസിലൂടെ ഡിജിറ്റൽ വാലറ്റ് ആക്കിക്കൊണ്ട് ബാങ്കിലൂടെ ഈ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കൃത്യമായി പറഞ്ഞ ഡേറ്റിൽ കിട്ടാൻ ഉള്ള ഒരു അവസരമാണ് ഈ നിയമത്തിലൂടെ ഒരുങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് സൗദി ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലുള്ള പല തീരുമാനങ്ങളും വരാൻ ഇനിയും സാധ്യതയുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ നിയമത്തിൽ വന്ന മാറ്റം സൗദി പ്രസ് ഏജൻസിയാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നിയമം പല ഘട്ടങ്ങളായിട്ടാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ഇത് നടപ്പാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. കാര്യം സൗദിയിൽ ഈ 2024 ജൂലൈ 1 മുതൽ പുതിയ റിക്രൂട്ട്മെന്റിന് വരുന്നവര്, ഗാർഹിക തൊഴിലാളികൾ പുതിയതായിട്ട് വരുന്നവര്, അവർക്ക് ഈ ജൂലൈ 1 മുതൽ പ്രാവർത്തികമായി തുടങ്ങി. അവരുടെ കരാറെല്ലാം ഇനി ഈ പറഞ്ഞ രീതിയിലുള്ള ബാങ്കിലൂടെയുള്ള ശമ്പളമായിട്ടാണ് കരാറിൽ കാണിക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള വർക്കേഴ്സിന് അത് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ വാലറ്റിലൂടെ അവർക്ക് അനുവദിക്കപ്പെടുന്നത് ഈ പറഞ്ഞ 4 വർക്കേഴ്സിൽ കൂടുതലുള്ള മുതലാളിമാർക്ക്, കഫീലന്മാർക്ക് ജാനുവരി 1, 2025 മുതൽ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള വർക്കേഴ്സിന്റെ കാര്യം പറയുന്നത്. അവർക്ക് ഇത് നടപ്പിലാകുന്നത് ജാനുവരി 1 തീയതി 2025. 3 വർക്കേഴ്സിന് മേലെ വർക്കേഴ്സുള്ള കഫീലന്മാരുടെ കാര്യം ജൂലൈ 1 മുതൽ 2025 ജൂലൈ 1 മുതലായിരിക്കും 3 തൊഴിലാളികളും
അതിനു മേലെയുള്ളവരുടെ കാര്യം. ആ ഡൊമസ്റ്റിക് തൊഴിലാളികൾക്ക് അങ്ങനെയുള്ള കഫീലന്മാരുടെ കീഴിലുള്ള തൊഴിലാളിമാർക്ക് കിട്ടുന്ന ഈ ജൂലൈ 1 മുതലാണ് ഇത് നടപ്പാവുള്ളൂ 2025. അതുപോലെ തന്നെ 2 പേരും അതിൽ കൂടുതലുള്ള കഫീലന്മാരുടെ കാര്യം കീഴിൽ വർക്ക് ചെയ്യുന്നവര് ആ തൊഴിലാളികൾക്ക് ഒക്ടോബർ 1, 2025 മുതലായിരിക്കും ഇത് നടപ്പിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇത് നടപ്പിലാവുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ജോലി എടുക്കുന്നവര്, നിലവിലെ ഗാർഹിക തൊഴിലാളികൾ അവിടെ ഉള്ളവര് ജാനുവരി 1 മുതലേ അവർക്കിത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ജാനുവരി 1 മുതൽ ഇത് നടപ്പാവുള്ളൂ. അത് ഈ പറഞ്ഞ രീതിയിൽ എത്ര തൊഴിലാളികൾ ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ ജാനുവരി 1, ജൂലൈ 1, ഒക്ടോബർ 1 ഈ 3 ഡേറ്റിലായിട്ട് ഇത് നടപ്പാവുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺട്രാക്ട് തന്നെ കിവ വഴിയാണ്. കോൺട്രാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമായിട്ടും കോൺട്രാക്ട് ഉള്ളവർക്ക് മാത്രമേ വിസ അനുവദിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് കഫീലന്മാർക്ക് യാതൊരുവിധ തട്ടിപ്പും നടക്കൂല. കോൺട്രാക്റ്റിൽ എല്ലാ വിവരങ്ങളും സ്പഷ്ടമായിട്ട് കാണിച്ചിരിക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം. കാര്യം നമുക്ക് തുറന്നു തന്നിരിക്കണം. നമ്മുടെ കോൺട്രാക്ട് എപ്പോൾ വേണമെങ്കിലും കിവയിൽ കയറി പരിശോധിക്കാം. എന്തെങ്കിലും ഇത് ഡിഫോൾട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിക്കണം കഴിഞ്ഞാൽ നമുക്ക് ലേബർ കോടതി പോകാനുള്ള റൈറ്റ് ഉണ്ട്. ഈ ഡിജിറ്റൽ വാലറ്റിലൂടെ നമുക്ക് ശമ്പളം 1-ാം തീയതി അല്ലെങ്കിൽ ഏത് പറഞ്ഞ ഡേറ്റ് ഏതാണ് ആ ഡേറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഈ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു കാതലായ വശം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഗവൺമെന്റിന് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കാര്യം പണ്ടൊക്കെ കഫീലന്മാർ എത്ര തൊഴിലാളികളെ വെക്കുന്നുണ്ട്, എത്ര പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ഗവൺമെന്റ് അറിയില്ല. ഇനിയിപ്പോൾ കൃത്യമായിട്ട് ഗവൺമെന്റിന് കണക്ക് ചെല്ലും. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിലേക്ക് മിനിസ്ട്രിയിലേക്ക് ചെല്ലും. അതുപോലെ തന്നെ ഈ കഫീലന്മാർ കൃത്യമായ കണക്ക് ഈ ബാങ്ക് വഴി എത്ര തൊഴിലാളികൾക്ക് ശമ്പളം ഇത്ര കറക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം ഗവൺമെന്റിലേക്ക് ചെന്നിരിക്കണം, മിനിസ്ട്രിയിലേക്ക് ചെന്നിരിക്കണം. അപ്പോൾ അവർക്ക് യാതൊരുവിധ തട്ടിപ്പും ഇനി കാണിക്കാൻ പറ്റില്ല. ശമ്പളം കൊടുക്കാത്ത വന്നു കഴിഞ്ഞാൽ അതവിടെ ചോദ്യം വരും. എന്തുകൊണ്ട് കഴിഞ്ഞ മാസം കൊടുത്തില്ല, അതല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം, നമുക്ക് ഇന്നമാതിരി ശമ്പളം കിട്ടില്ല ഈ പറഞ്ഞ മാസത്തിൽ. അപ്പോൾ അവിടെ കറക്റ്റ് പ്രൂഫ് ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. കാര്യം ഈ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പ്രൂഫ്, ഒരു ഗവൺമെന്റിന്റെ പ്രത്യേകത. കാര്യം എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുകയാണ്. ഗവൺമെന്റിന് വീക്ഷിക്കാവുന്ന തരത്തിലാണ് മറ്റേ ഈ പറഞ്ഞ കോൺട്രാക്ട് ഉണ്ടാക്കുന്നതും അതിന്റെ ടെർമിനേഷൻ, അതിന്റെ റിസൈനേഷൻ എല്ലാം ക്യൂ വഴിയാകുമ്പോൾ ഇനി ശമ്പളം കൂടി അപ്പോൾ ഈ ഡിജിറ്റൽ ആയാൽ മാത്രമേ അതിനൊരു പൂർണ്ണത വരികയുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നിയമത്തിൽ ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ പ്രവാസി തൊഴിലാളികളെ സംബന്ധിച്ച്, ഡൊമസ്റ്റിക് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയധികം അനുഗ്രഹമാണ്. കാര്യം അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഇത് ഇല്ലാതാക്കും. എന്തെങ്കിലും എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പ്രൂഫായിട്ട് നിൽക്കും. ഇതിന് അവർക്ക് ഇടയിൽ വന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാരുടെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൂഫായിട്ട് ഇത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നിൽക്കും. അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോഴും റിസൈനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഉണ്ടായിരിക്കും. ഈ നിയമം ഡിജിറ്റലാവുന്നതോടെ എല്ലാത്തിനും പറഞ്ഞ മാതിരി ഒരു സുതാര്യത ഉണ്ടാകാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ തീരുമാനം പ്രത്യേകിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.